നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയമാണ് നോക്കാൻ പോകുന്നത്. അന്ത്യകാലത്തെക്കുറിച്ച് പാസ്റ്റർ എൽവിസ് നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണത്തിന്റെ വിശദമായ വിശകലനമാണ് നാം ഇന്ന് നടത്തുന്നത്. ഒരു അന്വേഷണാത്മകമായ കാഴ്ചപ്പാടിലൂടെ ഈ പ്രവചനങ്ങളും ബൈബിൾ വ്യാഖ്യാനങ്ങളും അദ്ദേഹം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശരിക്കും ക്രിസ്തീയ സഭയ്ക്ക് എതിർ ക്രിസ്തുവിനെയും ആ കുപ്രസിദ്ധമായ 666 എന്ന അടയാളത്തെയും നേരിടേണ്ടിവരുമോ? ഈ പ്രഭാഷണത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ വലിയ ചോദ്യമാണ്. വരാനിരിക്കുന്ന വലിയ കഷ്ടതകളിലൂടെ വിശ്വാസികൾ കടന്നുപോകേണ്ടിവരും എന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ പാസ്റ്റർ എൽവിസ് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. സഭയ്ക്ക് അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലുണ്ടാകുമെന്നാണ് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിലുടനീളം വളരെ ശക്തമായി വാദിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെ നമുക്ക് അഴിച്ചെടുക്കാം. മഹാക്ലേശം, റാപ്ചർ, ഇസ്രായേലും സഭയും, ബൈബിളിലെ രക്ഷാരൂപകങ്ങൾ, വ്യാജസഭ, പിന്നെ അവസാനമായി ഒരന്തിമ മുന്നറിയിപ്പ്. ഇത്രയുമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ആദ്യം തന്നെ മഹാക്ലേശം, അതായത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്തത്ര ഭയാനകമായൊരു ദുരിതകാലം. സമാനതകളില്ലാത്ത ഒരു ഭീഷണിയുടെ കാലഘട്ടമാണ് സ്രോതസ്സുകളിൽ ഇതിനെ വിവരിക്കുന്നത്. ഈ ആശയം വ്യക്തമാക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്ന പ്രധാന വചനം മത്തായി 24:21 ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും എന്നാണ് അതിൽ പറയുന്നത്. ഇത് വെറും ഒരു സാധാരണ പ്രശ്നമല്ല, മറിച്ച് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്നാണ് പാസ്റ്റർ ഇവിടെ ഊന്നിപ്പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു രക്ഷപ്പെടൽ ഇല്ലേ? അവിടെയാണ് റാപ്ചർ അഥവാ സഭയെ എടുക്കപ്പെടൽ എന്ന ആശയം വരുന്നത്. ഈ മഹാക്ലേശത്തിൽ നിന്ന് യഥാർത്ഥ സഭയെ രക്ഷിക്കാനുള്ള ദൈവത്തിന്റെ ഒരു എസ്കേപ്പ് പ്ലാനായാണ് അദ്ദേഹം റാപ്ചറിനെ അവതരിപ്പിക്കുന്നത്. ഈ റാപ്ചർ എന്ന വാക്കിന് അടിസ്ഥാനമായ ഹർപ്പാസോ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കേട്ടാൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടും. അതായത് ബലമായി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആസന്നമായ അപകടത്തിൽ നിന്ന് പെട്ടെന്ന് രക്ഷിക്കുക എന്നൊക്കെയാണിതിനർത്ഥം. ഒരു തീപിടുത്തത്തിൽ നിന്ന് ഒരാളെ വലിച്ചു പുറത്തിടുന്നത് പോലെയുള്ള ഒരു പെട്ടെന്നുള്ള രക്ഷപ്പെടൽ. അതാണ് ഈ മൂലഭാഷ പദത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കാൻ ഈ സമയരേഖ നമ്മളെ സഹായിക്കും. അദ്ദേഹം പറയുന്ന ടൈം ലൈൻ നോക്കൂ. ആദ്യം നമ്മളിപ്പോൾ ജീവിക്കുന്ന സഭാകാലഘട്ടം. രണ്ടാമതായി ഈ കഷ്ടകാലം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പായി സഭയുടെ റാപ്ചർ നടക്കും. അതിനുശേഷമാണ് എതിർ ക്രിസ്തുവിന്റെയും 666ന്റെയും ഭരണമുള്ള 7 വർഷത്തെ കഷ്ടകാലം ആരംഭിക്കുന്നത്. അവസാനമായി 1000 വർഷത്തെ സമാധാന വാഴ്ച. വളരെ ക്ലിയറായൊരു പിക്ചറല്ലേ ഇത്? ഇനി മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഇസ്രായേലും സഭയും. ഇവ രണ്ടു കൂട്ടർക്കും ദൈവം വെച്ചിരിക്കുന്നത് തീർത്തും വ്യത്യസ്തമായ പദ്ധതികളാണെന്നാണ് പാസ്റ്റർ എൽവിസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒരു വശത്ത് ഇസ്രായേൽ, മറുവശത്ത് സഭ. ബൈബിളിൽ മഹാക്ലേശത്തെ യാക്കോബിന്റെ കഷ്ടകാലം എന്നാണ് വിളിക്കുന്നത്. അത് ഇസ്രായേലിനെക്കുറിച്ചാണ് പറയുന്നത്. അന്ന് അവർ പർവ്വതങ്ങളിലേക്ക് ഓടിപ്പോകേണ്ടി വരുമെന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ സഭയോ? സഭയ്ക്ക് ഈ വക ടെൻഷനൊന്നും വേണ്ട. അവർ നേരത്തെ തന്നെ രക്ഷിക്കപ്പെടുകയും ഈ പരീക്ഷാകാലത്തിൽ നിന്ന് പൂർണ്ണമായും കാക്കപ്പെടുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനൊക്കെ എന്താണ് തെളിവെന്ന് ചിന്തിക്കുന്നുണ്ടാകും. പാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിളിലെ ചില രൂപകങ്ങളാണ്. ന്യായവിധി വരുന്നതിനു മുൻപ് ദൈവം തന്റെ ജനത്തെ രക്ഷിക്കുന്ന ഒരു പാറ്റേൺ ഇതിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലെ പാറ്റേൺ ആണ്. 3 വ്യത്യസ്ത കഥകളിലൂടെ അദ്ദേഹം ഇത് കാണിച്ചു തരുന്നു. 1. നോഹയുടെ പെട്ടകം. നോഹയുടെ കുടുംബം ഉള്ളിൽ സേഫായി, ലോകം പുറത്ത് പ്രളയത്തിൽ നശിച്ചു. 2. 10 കന്യകമാരുടെ ഉപമ. 5 പേർ അകത്ത് കയറി, ബാക്കി 5 പേർ പുറത്തായി. 3. വയലിലെ 2 പേർ. ഒരാൾ എടുക്കപ്പെടുന്നു, മറ്റൊരാൾ കഷ്ടകാലം നേരിടാൻ അവിടെ അവശേഷിക്കുന്നു. അതായത് ഒരാൾ എടുക്കപ്പെടുന്നു, മറ്റൊരാൾ അവശേഷിക്കുന്നു എന്നൊരു കൃത്യമായ പാറ്റേൺ ഇവിടെ നമുക്ക് കാണാം. ഇതിലൊരു കൃത്യമായ ലോജിക് ഉണ്ട് കേട്ടോ. ആദ്യം ഒരു മുന്നറിയിപ്പ് വരും, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർ വാതിലിലൂടെ അകത്ത് കയറും, മൂന്നാമതായി ദൈവം തന്നെ ആ വാതിലടയ്ക്കും. വാതിലടഞ്ഞാൽ പിന്നെ പുറത്തു നിൽക്കുന്നവർക്ക് രക്ഷയില്ല, അവരുടെ മേൽ കോപം വർഷിക്കപ്പെടും. ഇതേ ലോജിക് തന്നെയാണ് റാപ്ചറിലും സംഭവിക്കുകയാണെന്നാണ് പാസ്റ്ററുടെ വാദം. ശരി, അപ്പോ ഈ അടഞ്ഞ വാതിലിന് പുറത്തു നിൽക്കുന്നവർ ആരാണ്? അവരെയാണ് പാസ്റ്റർ വ്യാജസഭ അഥവാ ബാബിലോൺ എന്ന് വിളിക്കുന്നത്.
ഈ വ്യാജസഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തീർത്തും വഞ്ചനയിൽ പടുത്തുയർത്തിയ ഒരു സിസ്റ്റമാണിത്. ഇവർ വ്യാജ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലുമൊക്കെ വിശ്വസിച്ച് ആത്മീയമായി യാതൊരു ഒരുക്കവുമില്ലാതെ നടക്കുന്നവരാണ്. അവസാനം എന്ത് സംഭവിക്കും? ഇവർ വാതിലിന് പുറത്താകും. എതിർ ക്രിസ്തുവിനാൽ വഞ്ചിക്കപ്പെട്ട് ആ 7 വർഷത്തെ കഷ്ടകാലത്തിൽ ദൈവകോപം നേരിടേണ്ടി വരികയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്. ഈ വാദത്തിന്റെയെല്ലാം ഏറ്റവും വലിയ അടിസ്ഥാനശില ഈ വചനമാണ്. വെളിപ്പാട് 3:10 പറയുന്നത്, സർവ്വഭൂതലത്തിലും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്തിൽ ഞാൻ നിന്നെ കാക്കും എന്നാണ്. അതായത് കഷ്ടതകളിൽ സഭയെ വെറുതെ സംരക്ഷിക്കുകയെന്നല്ല, മറിച്ച് ആ കഷ്ടതകളുടെ സമയത്തിൽ നിന്ന് തന്നെ സഭയെ പൂർണ്ണമായി ഒഴിവാക്കിക്കാക്കും എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഇനി അന്തിമമായ മുന്നറിയിപ്പിലേക്കും രക്ഷയിലേക്കും നമുക്ക് വരാം. ലോകത്തിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷാവിധിയും യഥാർത്ഥ വിശ്വാസിക്ക് ലഭിക്കുന്ന അന്തിമമായ രക്ഷയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസമാണ് ഈ അവസാന ഭാഗത്ത് നാം കാണുന്നത്. ഇതിന് പിന്നിലെ വളരെ സിമ്പിളായ തിയോളജിക്കൽ ലോജിക് റോമർ 8:1 വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. മഹാക്ലേശം എന്നത് ഭൂമിയിലുള്ളവർക്ക് ലഭിക്കുന്ന ദൈവത്തിന്റെ ശിക്ഷാവിധിയാണല്ലോ. അങ്ങനെയെങ്കിൽ ഒരു യഥാർത്ഥ സഭയ്ക്കും ആ ശിക്ഷാവിധിയിൽ പങ്കുചേരാൻ കഴിയില്ല എന്നാണ് പാസ്റ്റർ എൽവിസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടുതന്നെ ഈ 666 എന്ന മൃഗത്തിന്റെ അടയാളത്തെ ഓർത്ത് യഥാർത്ഥ വിശ്വാസികൾ ഒട്ടും ഭയപ്പെടേണ്ട എന്നദ്ദേഹം വളരെ ശക്തമായി പറയുന്നു. കാരണം ഒന്നുകിൽ അവർ റാപ്ചറിലൂടെ എടുക്കപ്പെടും, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ മരണം മുഖേന ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കും. ഈ 666 സത്യസഭയ്ക്കുള്ള ഒരു ഭീഷണിയേ അല്ല എന്നർത്ഥം. അപ്പോൾ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. പാസ്റ്റർ എൽവിസ് ചോദിക്കുന്ന ആ വലിയൊരു ചോദ്യത്തോടെ നമുക്കിത് അവസാനിപ്പിക്കാം. നിങ്ങൾ ആത്മീയമായി ഒരുങ്ങിയിട്ടുണ്ടോ? അതോ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കപ്പെടുമ്പോൾ നിങ്ങൾ പുറത്തായി പോകുമോ? ആത്മീയ ഒരുക്കത്തെക്കുറിച്ചുള്ള വളരെ ശക്തമായൊരു ചിന്തയാണിത്. സങ്കീർണമായ ഈ പ്രവചനങ്ങളും ആശയങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് കരുതുന്നു. ഈ സ്രോതസ്സുകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാനും പഠിക്കാനും ഈ വിശകലനം നിങ്ങളെ സഹായിക്കട്ടെ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.